ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടിയുണ്ട്. ദേശീയ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ രാജ്യത്തെ ആദ്യത്തെ ദയാവധം നടപ്പാക്കിയിരിക്കുകയാണ്. ഔദ്യോഗിക ദയാവധമാണ്. ദില്ലി എയിംസിൽ ഹരീഷ് റാണ എന്ന യുവാവ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ചരിത്രപ്രധാനമായ വിധി നമുക്ക് ഓർമ്മയുണ്ട്. 13 വർഷമായി അബോധാവസ്ഥയിൽ കഴിയുന്ന ഹരീഷ് റാണയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. വെന്റിലേറ്റർ സൗകര്യം നീക്കം ചെയ്യുകയും ഭക്ഷണ ട്യൂബൊക്കെ ഓരോ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 13 വർഷത്തിന് ശേഷം ഹരീഷ് റാണ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. 2013 നമുക്കറിയാം പഞ്ചാബ് സർവകലാശാലയിൽ പഠിക്കുന്ന സമയത്താണ് 4ാം നിലയിൽ നിന്ന് വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റുകൊണ്ട് ഹരീഷ് റാണ അബോധാവസ്ഥയിലാകുന്നത്. അന്നു മുതൽ യന്ത്രസഹായത്തോടെ ജീവൻ നിലനിർത്തുകയായിരുന്നു. ഈ മാതാപിതാക്കൾ 2018 ഇതിൽ ദയാവധത്തിന് നിയമസാധുത നൽകുകയും അതിനുശേഷം ആദ്യ കേസായി ഹരീഷ് റാണയുടേത് മാറുകയും ചെയ്തു. 2018 സുപ്രീം കോടതി ദയാവധത്തിന് നിയമസാധുത നൽകുന്നത്. അതിനുശേഷമാണ് ഹരീഷ് റാണയുടെ മാതാപിതാക്കൾ ചികിത്സ കൊണ്ട് ഒരു പുരോഗതിയും ഉണ്ടാക്കാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുന്നത്. ഒടുവിൽ സാമ്പത്തികമായി തകർന്നു, മകന്റെ ദുരിതം കാണാൻ വയ്യ, തങ്ങളുടെ മരണശേഷം ആരു മകനെ നോക്കും എന്നൊക്കെ വാദിച്ചുകൊണ്ടാണ് ഹരീഷ് റാണയുടെ മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചത്. അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് കോടതി ഈ ദയാവധത്തിന് അനുമതി നൽകുന്നത്. നമുക്കറിയാവുന്ന പോലെ ഘട്ടം ഘട്ടമായി ഭക്ഷണ ട്യൂബുകൾ നീക്കി, മരുന്നുകൾ മാറ്റി, ഓക്സിജനൊക്കെ ട്യൂബ് അവസാനമായി മാറ്റി, അതിനുശേഷം ഘട്ടം ഘട്ടമായി സ്വാഭാവികമായ അന്ത്യം ഉറപ്പാക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഹരീഷ് റാണയുടെ മാതാവിനെ ഒപ്പം നിൽക്കാൻ അനുവദിച്ചിരുന്നു. അഭിനന്ദ ചേരുകയാണ്. അഭിനന്ദ, അങ്ങനെ വേദനയില്ലാത്ത ലോകത്തേക്ക് മടങ്ങിയിരിക്കുകയാണ് ഹരീഷ് റാണ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചികിത്സ കൊണ്ട് യാതൊരു പുരോഗതിയും ഇല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് മാതാപിതാക്കൾ കോടതിയെ സമീപിക്കുന്നത്. വിശദമായി തന്നെ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ഈ വിഷയം കോടതി പരിശോധിക്കുകയും ഒക്കെ തന്നെ ചെയ്തതാണ്. 13 വർഷത്തിലധികമാണ് ആ യുവാവ് കോമയിൽ കഴിഞ്ഞത്. നമ്മൾ ആ മാതാപിതാക്കളുടെ പ്രതികരണമൊക്കെ പലതവണയും കണ്ടതാണ്. തങ്ങളുടെ മരണശേഷം മകനെ ആരു നോക്കും എന്നതാണ്. നോബിൾ മാരിക്കാരൻ ചേരുകയാണ്. നോബിൾ, രാജ്യത്തെ ആദ്യത്തെ ദയാവധമാണ്. വേദനയില്ലാത്ത ലോകത്തേക്ക് ഹരീഷ് റാണ മടങ്ങിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ആ അമ്മ ആശുപത്രിയിലേക്ക് നടന്നു ചെല്ലുന്നത് കണ്ടതാണ്. അവസാന മണിക്കൂറുകളിൽ മാതാപിതാക്കൾക്ക് കൂടെ നിൽക്കാൻ അനുമതിയുണ്ടായിരുന്നു. 13 വർഷത്തെ ദുരിത ജീവിതത്തിന് ശേഷം ആ യുവാവ് മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണിപ്പോൾ. തീർച്ചയായും ഹരീഷ് റാണയുടെ ദയാവധം അതിപ്പോൾ പൂർത്തീകരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഏറെ നാളത്തെ നിയമപോരാട്ടത്തിന് ഒടുവിലാണ് ഈ ദയാവധവുമായി ബന്ധപ്പെട്ട അംഗീകാരം അടക്കം ലഭിച്ചത്. നമ്മൾ വൈകാരികമായി പല നിമിഷങ്ങളും ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. കാരണം ഹരീഷ് റാണയ്ക്ക് അവസാനമായി അവിടുന്ന് വീട്ടിൽ നിന്ന് എയിംസിലേക്ക് മാറ്റുമ്പോഴുള്ള യാത്രയപ്പൊക്കെ വലിയ തരത്തിൽ അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഏറെ നമ്മൾ കണ്ടതാണ്. ആരുടെയും നെഞ്ചിലെത്തുന്ന ദൃശ്യങ്ങളായിരുന്നു. എന്താണെങ്കിലും ഹരീഷ് റാണ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് എയിംസിൽ നിന്ന് വിവരം ലഭിക്കുന്നത്. എയിംസ് ഇപ്പോൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഘട്ടം ഘട്ടമായി അദ്ദേഹത്തിന്റെ വൈദ്യസഹായങ്ങൾ, പ്രത്യേകിച്ച് ഭക്ഷണം, അതോടൊപ്പം ഓക്സിജൻ അടക്കമുള്ള ഘട്ടം ഘട്ടമായി ഓരോ ഘടകങ്ങളും വൈദ്യസഹായങ്ങൾ എടുത്ത് മാറ്റുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി ആ പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തിട്ട് അതിന് ഒടുവിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണം എന്താണെങ്കിലും സ്ഥിരീകരിച്ചിരിക്കുന്നത്. 13 വർഷം ഇത്തരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് 13 വർഷമായി കിടക്കയിലായിരുന്നു അദ്ദേഹം ഉണ്ടായത്, ഈ ഹരീഷ് റാണ ഉണ്ടായത്. പിന്നീട് മാതാപിതാക്കളടക്കം, പ്രത്യേകിച്ച് അവരുടെയൊക്കെ കാലശേഷം ആര് ഹരീഷ് റാണയെ നോക്കുമെന്നടക്കമുള്ള ഒരുപാട് വ്യാധികൾ അവർക്കുണ്ടായിരുന്നു. അതൊക്കെ ആണ് ഇത്തരത്തിൽ ഒരു ദയാവധം എന്നൊരു നീക്കത്തിലേക്ക് അവരെയും പ്രേരിപ്പിച്ചത്. പിന്നീട് സുപ്രീം കോടതി എത്തുകയും രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമ പോരാട്ടമായി അത് മാറുകയും അതിനൊടുവിൽ അതിന് സുപ്രീം കോടതി അംഗീകാരം നൽകുകയും ചെയ്തു. ഒരു ചരിത്രമായി തന്നെ അത് എഴുതപ്പെട്ട വിഷയമാണ്. കാരണം ഇത്തരത്തിൽ ആദ്യമായി ഒരാൾക്ക് ദയാവധം അനുവദിക്കുന്ന സാഹചര്യം എല്ലാ ഘടകങ്ങളും പരിഗണിച്ചാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ എയിംസിൽ ഈ ദയാവധവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഹരീഷ് റാണയുടെ മരണം എന്താണെങ്കിലും എയിംസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ദയാവധം കൂടിയാണ് ഇത് എന്നത് പ്രധാനപ്പെട്ടത്. 13 വർഷക്കാലം ഇത്തരത്തിൽ കിടക്കയിൽ കിടന്ന് മറ്റ് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലായിരുന്നു ഹരീഷ് റാണ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അടക്കം നേരത്തെ എയിംസിൽ എത്തുമ്പോൾ അതിനുശേഷം നടത്തിയ പ്രക്രിയകൾ, പ്രത്യേകിച്ച് ഘട്ടം ഘട്ടമായി ഇത്തരത്തിൽ വൈദ്യസഹായങ്ങൾ കുറച്ചുകൊണ്ട് വേദനയില്ലാത്തൊരു മരണം എന്നാണ് അതിനെ അന്ന് വൈദ്യുതി ലോകം പ്രത്യേകമായി ഡോക്ടർമാർ അടക്കമുള്ള സംഘം വ്യക്തമാക്കിയത്. എന്താണെങ്കിലും ആ ദൗത്യം അത്തരത്തിൽ സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ ഉണ്ടായ ആ നീക്കങ്ങൾ എന്താണെങ്കിലും ഇപ്പോൾ അങ്ങനെ അത് അവസാനിച്ചിരിക്കുകയാണ്. ഹരീഷ് റാണയ്ക്ക് അദ്ദേഹത്തിന്റെ മരണം എന്താണെങ്കിലും എയിംസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ശരി, ഏറ്റവും വേദനിപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കും ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം. തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മകൻ മരിക്കുന്നതിനേക്കാൾ വലിയ വേദന എന്താണ് എന്ന് തോന്നും. പക്ഷേ ആ മകനു വേണ്ടി അവർ 13 വർഷം ബുദ്ധിമുട്ടിയത്, അല്ലെങ്കിൽ അവനെ ജീവനോടെ തിരികെ കിട്ടിയപ്പോൾ ഈ പറഞ്ഞതുപോലെ കോമയിലായിരുന്നു. 13 വർഷം ആ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ, ആ യുവാവിനെ പരിചരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ട്യൂബിലൂടെയാണ് ആഹാരം
നൽകിയിരുന്നത്. ഒപ്പം വൈദ്യസഹായമൊക്കെ ഇപ്പോൾ പിൻവലിക്കുന്നതും സുപ്രീം കോടതിയുടെ അനുമതി പ്രകാരമാണ്. ഈ ഹരീഷിനെ പോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കഴിയുന്നുണ്ട്. അവർക്കൊക്കെ തന്നെയും ഈ വിധി ഒരാശ്വാസകരമാകുമെന്നാണ് പിതാവ് പ്രതികരിച്ചത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ്. എങ്കിലും തങ്ങളുടെ കാലശേഷം ഈ മകനെ ആരിങ്ങനെ നോക്കും എന്ന ചോദ്യമാണ് ദയാവധത്തിലേക്ക് എത്തിച്ചത്. ഏതായാലും സുപ്രീം കോടതി ദയാവധം സാധുവാക്കിയതിനു ശേഷമുള്ള സുപ്രധാനമായ വിധിന്യായമായിരുന്നു. ഒടുവിൽ ഹരീഷ് റാണയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് ദില്ലി എയിംസിൽ എന്നതാണ്. നോബിൾ മാരിക്കാരൻ ആണ് വിശദാംശങ്ങൾ നൽകിയത്.